പ്രിയപ്പെട്ട കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ, നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അടച്ചുപൂട്ടൽ ഭീഷണിയുടെ വളരെ വലിയൊരു നാടകമാണ്. കാരണം ഞങ്ങൾ ആഗ്രഹിക്കുന്ന തുക കിട്ടാത്തതുകൊണ്ട് ക്ലബ്ബ് അടച്ചുപൂട്ടുന്നു എന്നൊക്കെ പറയുന്നത് എവിടുത്തെ ന്യായീകരണമാണെന്ന് മനസ്സിലാവുന്നില്ല. ഞങ്ങൾ ആഗ്രഹിക്കുന്ന തുക കിട്ടുന്നില്ലെങ്കിൽ തുക കുറച്ച് ക്ലബ്ബ് വിറ്റൂടെ, നഷ്ടം സംഭവിക്കുമെന്നാണ് പറയുന്നത്. ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബിൻ്റെ അസറ്റ് എന്താണെന്ന് കൂടി നിങ്ങൾ ഓർക്കണം. വിൽപ്പന മുൻകൂട്ടി കണ്ടുകൊണ്ട് ലീസിൽ ഒരു ട്രെയിനിങ് ഗ്രൗണ്ട് എടുത്തു എന്നുള്ളതല്ലാതെ കാര്യമായിട്ടുള്ള അസറ്റൊന്നും ഈ ഒരു ക്ലബ്ബ് ജനറേറ്റ് ചെയ്തിട്ടില്ല. ഈ ആരാധകരെ ഊറ്റിയുണ്ടാക്കിയ ബ്രാൻഡ് വാല്യൂ സെല്ല് ചെയ്യാൻ മാത്രമാണ് ഇവർ നോക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇപ്പം ക്ലബ്ബ് അടച്ചുപൂട്ടും എന്നൊരു നാടകമാണ് വന്നിരിക്കുന്നത്. എന്തായാലും ക്ലബ്ബ് അടച്ചുപൂട്ടാനൊന്നും പോകുന്നില്ല. ക്ലബ്ബ് റൺ ചെയ്യാനുള്ള പരിപാടികളുണ്ട്. കാരണം ഇന്ത്യൻ സൂപ്പർ ലീഗ് അധികൃതർ തന്നെ അവരുടെ നിലനിൽപ്പിനെ ഈ ഒരു ക്ലബ്ബുമായിട്ട് കൂട്ടിച്ചേർത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അപ്പം ഈ ഒരു ക്ലബ്ബ് അടച്ചുപൂട്ടാൻ ആരാലും സമ്മതിക്കപ്പെടില്ല. കേരള ബ്ലാസ്റ്റേഴ്സ് വേണമെങ്കിൽ റിലാക്സേഷൻ ചെയ്തു കൊടുക്കാൻ പോലും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും ISL നടത്തിപ്പുകാരും എല്ലാം റെഡിയാണ്. അപ്പം ഈ അടച്ചുപൂട്ടൽ ഭീഷണി എന്നൊക്കെ പറയുന്നത് വരാൻ പോകുന്ന സീസണിലും കുറച്ച് തട്ടിക്കൂട്ട് താരങ്ങളെ കൊണ്ട് കളിപ്പിക്കാനുള്ള ഒരു നാടകം മാത്രമായിട്ടാണ് എനിക്ക് പ്രതീതമാകുന്നത്. പേഴ്സണലി എനിക്ക് പ്രതീതമാകുന്നത്. അല്ല എങ്കിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്ന തുക കിട്ടുന്നില്ല, അതുകൊണ്ട് ക്ലബ്ബ് വിൽക്കാൻ പറ്റുന്നില്ല, അടച്ചുപൂട്ടുന്നു എന്നൊക്കെ പറയുന്നത് എവിടുത്തെ ന്യായീകരണമാണ്? കേരള ബ്ലാസ്റ്റേഴ്സ് വാങ്ങിക്കാൻ 2-3 പാർട്ടീസ് ഓൾറെഡി ഇൻട്രസ്റ്റ് കാണിച്ചിട്ടുണ്ട്. അപ്പം തുക കുറച്ച് വിൽക്കുക, അല്ലാതെ വേറെ ഓപ്ഷനൊന്നുമില്ലല്ലോ. അടച്ചുപൂട്ടുക എന്നുള്ളത് വെറും ദുർവാശി മാത്രമായിരിക്കും. അപ്പം ക്ലബ്ബ് വിൽക്കുക എന്നുള്ളതാണ് എല്ലാവരും ചെയ്യുന്ന ഒരു പരിപാടി. അപ്പം വിൽപ്പന നടന്നില്ലെങ്കിൽ അടച്ചുപൂട്ടും എന്നൊക്കെ പറയുന്നതിൻ്റെ ന്യായീകരണം മനസ്സിലാവുന്നില്ല. പാർട്ടീസ് വാങ്ങിക്കാൻ നിൽക്കുകയാണ്. ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ വലിയൊരു PR പ്രൊപ്പഗണ്ടയാണെന്നാണ്. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്.